ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്നാൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതത്തിൽ എങ്ങനെ സന്തോഷം ഉണ്ടാകാം, സമാധാനം ഉണ്ടാകാം എന്നും അന്വേഷിച്ച് ഏതൊക്കെയോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സമാധാനവും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചിലപ്പം ചിലരൊക്കെയെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം ആളുകളും ഇല്ല എന്ന ഉത്തരത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നത്? എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയാത്തത്? എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അല്ലേ? ചില ഫ്രസ്ട്രേഷൻസിലൂടെ, ചില സ്ട്രെസ്സിലൂടെ, ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. എന്താണെന്ന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഓർമ്മകൾ നമ്മൾ വല്ലാതെ ഹണ്ട് ചെയ്യുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് ചെയ്യാന്നറിയാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നുകൂടെ പടച്ചവനിലേക്ക് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സമാധാനം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളത്. നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹബ്ബ് ഒന്നുകൂടെ നിറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ജീവിതം കുറച്ചുകൂടെ സമാധാനത്തിലാവുകയായിരുന്നു എന്നുള്ളത്. എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് വലിയൊരു ചിഹ്നവും അതിങ്ങനെ കഴുത്തിലൊരു കുരുക്കായി നിൽക്കുകയും ചെയ്യുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും അല്ലേ? ഇതിലൊന്നും പെട്ടുപോകാതെ ജീവിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഏതായാലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവർ, പലപ്പോഴും അന്വേഷിച്ചിട്ട് അറ്റമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, ഇവർക്ക് വേണ്ടിയാണ് ചെറിയൊരു കാര്യം പറഞ്ഞു തരുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നത് കഴിഞ്ഞകാല ദുരനുഭവങ്ങളിൽ നിന്നുണ്ടായ ചില ഓർമ്മകളുടെ വേട്ടയാടലുകളായിരിക്കാം ചില ആളുകൾക്ക്. ഈ വേട്ടയാടലുകളെ, അല്ലെങ്കിൽ ഈ നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഓർമ്മകളെ ശരിക്കും നമ്മളുടെ ഉള്ളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ എന്ത് സുഖം ഉണ്ടായിരിക്കും അല്ലേ? യെസ്, സൂപ്പറായിരിക്കും. ഇതുപോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില വിശ്വാസങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്കറിയില്ല എന്നേ ഉള്ളൂ, ചില വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു ഉയർച്ച താഴ്ചയുള്ളതാണെന്നും ഓരോ സന്തോഷത്തിന്റെ പിറകിലും എവിടെയോ ഒരു ദുഃഖം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതും, ജീവിതത്തിൽ ഒരുപാട് ദുഃഖം ഇങ്ങനെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചില ആളുകളെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില വിശ്വാസങ്ങളാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളറിയാതെ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ പാരൻസ്, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന, നമ്മുടെ സമൂഹം തന്നെ തന്നിരിക്കുന്ന ചില വിശ്വാസങ്ങളാണ് ഇതെല്ലാം. ഏതായാലും ഈ വിശ്വാസം ഉള്ളിൽ ഉണ്ടായിരിക്കുക നമുക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് പലപ്പോഴും സന്തോഷം വരുമ്പോൾ പോലും ആ ദുഃഖത്തെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ദുഃഖം വരും 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 എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ദുഃഖം നമ്മളുടെ ഉള്ളിലേക്ക് വരാറില്ലേ? ഉണ്ട്. ഈ വിശ്വാസങ്ങൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഈ വിശ്വാസം മാറി ജീവിതം മുഴുവനും സന്തോഷം വരുമെന്ന, ജീവിതം മുഴുവനും സന്തോഷവും സമാധാനവുമായിരിക്കുമെന്ന പ്രത്യാശയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും അല്ലേ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഭയങ്കര മനോഹരമായിരിക്കും. ഇനി മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച ചില മനുഷ്യന്മാരാണ്. ചില മുഖങ്ങളെങ്കിലും ഉണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ വല്ലാതെ നമ്മളിങ്ങനെ ഇട്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ച് കളയുന്ന ചില മുഖങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടുകയും സ്ട്രഗിൾ ആവുകയും ചെയ്യാറുണ്ട്. ചില ആളുകളുള്ള വേദികളിൽ പോലും നമുക്ക് പോകാൻ കഴിയാത്ത ചില മനുഷ്യന്മാരെങ്കിലും ഉണ്ട്. അവർ നമ്മുടെ കുറ്റം കൊണ്ടല്ല, നമ്മളെ അവർ വേദനിപ്പിച്ചത് കൊണ്ട് നമുക്ക് ഹൃദയത്തിൽ അവരോടുള്ള ഒരു വെറുപ്പ്, വിദ്വേഷം, വേദനയുള്ളത് കൊണ്ട്, ദേഷ്യമുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കങ്ങനെ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ഇതും ഒരു വലിയ വിഷയമാണ്. ഇങ്ങനെ ഒരു മനുഷ്യരോടും ഈ ലോകത്ത് ഒരു തരത്തിലുള്ള ദേഷ്യവും ഇല്ലാതെ വളരെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അതുപോലെ കുറ്റബോധം, മറ്റൊരു നമ്മളെ പിടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു സാധനമാണ് കുറ്റബോധം, അല്ലെങ്കിൽ ഗിൽട്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. ഗിൽട്ടി ഫീലിംഗ് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയാറുണ്ട്, നമ്മുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കി കളയാറുണ്ട്. സന്തോഷം എന്ന വലിയ കൊട്ടാരത്തെ ആ ഗിൽട്ട് എന്ന് പറയുന്ന ഫീലിംഗ് കത്തി നശിപ്പിച്ച് കളയാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഗിൽട്ട് ഫീലിംഗിൽ നിന്ന് പുറത്തേക്ക് വരാൻ, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ, നമ്മളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊരു വലിയ സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാം പറഞ്ഞ് പൊരുത്തം വാങ്ങേണ്ടുന്ന റഹ്മാനായ റബ്ബിന്റെ മുന്നിലൊന്ന് കരഞ്ഞ് ദുആ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴെങ്കിലും ആഗ്രഹിക്കാറില്ലേ? ഇതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം ഉണ്ടാവുക എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഗുഡ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ട് അലക്ഷ്യമായി നടന്ന് എങ്ങനെയൊക്കെയോ എത്തിച്ചേരുന്ന നമ്മുടെ ഒരു അവസ്ഥ അല്ലേ? ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം വളരെ സന്തോഷത്തിലാവുമായിരുന്നു. പഠനങ്ങൾ പറയുന്നുണ്ട് പലപ്പോഴും മനുഷ്യരെക്കുറിച്ച്, മനുഷ്യന് സന്തോഷമായിട്ടിരിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നാളേക്കുള്ള പ്രത്യാശകളും ലക്ഷ്യങ്ങളുമാണ് എന്ന്. ലക്ഷ്യങ്ങളില്ലാത്തത് പലപ്പോഴും ഞാനെന്തിന് ഇനി ജീവിക്കുന്നു, എൻ്റെ ജീവിതം
ജീവിതം എന്തിനാണ്, ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു എന്നും ചിന്തിച്ചു പോകുന്നൊരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാറില്ലേ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഇങ്ങനെ രക്ഷപ്പെട്ട് നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചിലർ വളരെ വേഗത്തിലാണെങ്കിൽ ചിലർ പതുക്കെ നമ്മളിങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിച്ച് പതിയെ പതിയെ അതിനുവേണ്ടി ഒരുക്കൂട്ടുന്ന ഒരു മനോഹരമായ യാത്ര. എന്ത് മനോഹരമായിരിക്കില്ലേ അത്? നമുക്ക് ലക്ഷ്യമുണ്ട്, ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. എത്ര മനോഹരമാണ്. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? നമ്മുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ വലിയ പാത്രങ്ങളാണ്, സ്നേഹനിധികളാണ് നമ്മുടെ രക്ഷിതാക്കൾ. നമ്മളാക്കാൻ വേണ്ടി നമ്മൾ സ്നേഹിച്ച് വളർത്തി ഇത്രത്തോളം നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇവിടെ ഒന്ന് സംസാരിക്കുന്നത് എൻ്റെ രക്ഷിതാക്കളുടെ ബാക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് എത്താൻ കഴിയണമെന്ന് എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ? രക്ഷിതാക്കളെ എപ്പോഴും ഓർക്കുന്ന, രക്ഷിതാക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന നല്ല മക്കളായി ജീവിക്കാൻ പലപ്പോഴും നമ്മുടെ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മളോട് മറന്നു പോകാറുണ്ട്. ഇങ്ങനെ മറന്നു പോകാതെ എപ്പോഴും അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന, അവരെപ്പോഴും ഓർക്കുന്ന, അവരെ സ്നേഹിക്കുന്ന നല്ല മക്കളാകാൻ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ ഏറ്റവും വലിയ മനോഹരമായ യാത്ര എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നത് ഹബീബായ തങ്ങളുടെ അടുക്കലാണ്. തങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന, അതുപോലെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കാൻ കഴിയുന്ന, സ്നേഹം നിറച്ചുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് ഹുബ്ബ് ഹൃദയത്തിൽ നിറയ്ക്കാൻ കഴിയുന്ന അതുപോലെ ഒരു അവസ്ഥയിലേക്ക് മാറാനും എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഇതിനൊക്കെ എവിടെയാണ് പരിഹാരം എന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ പലപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ വഴിതെറ്റി എങ്ങനെയൊക്കെയോ ജീവിതം ഇങ്ങനെ ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. പലപ്പോഴും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാവുന്ന രീതിയിലാണ് സിംപ്ലി മെഡിറ്റേറ്റ് എന്ന പ്രോഗ്രാമിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന, രാവിലെ മോർണിംഗിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സുബഹിയൊക്കെ നിസ്കരിച്ച് വളരെ റാഹത്തിൽ, ചില സമയത്ത് സുബഹിക്ക് മുന്നേ വെക്കാറുണ്ട്, ചില സമയത്ത് സുബഹിക്ക് ശേഷം, ആ ഒരു സുബഹി ടൈമാണ് ഏതായാലും ഉണ്ടാവാറുള്ളത്. ആ ടൈമിൽ എല്ലാം കഴിഞ്ഞ് വളരെ റാഹത്തിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നമ്മളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മുടെ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ പകുത്ത് നൽകി അവസാനം നമുക്ക് സമയം ബാക്കിയില്ലാത്ത അവസ്ഥ ഉണ്ടാവാറില്ലേ ചിലപ്പോഴെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച്? ശരിക്കും പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ് ടു എൻഡ്, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി സമയം വരെ നമുക്ക് കിട്ടിയ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്കി, രാവിലെ എഴുന്നേൽക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്കൂളിൽ പറഞ്ഞയച്ച്, പിന്നെ വീട് വൃത്തിയാക്കലാണ്, പിന്നെ ഭർത്താവിന് ജോലിക്ക് പറഞ്ഞയക്കലാണ്, പിന്നെ രാത്രിയത്തെ പ്രവർത്തനങ്ങളാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നത് പലതും നമ്മുടെ കൂടെ, നമ്മളെ വിശ്വസിച്ച്, നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പകുത്തു നൽകുകയാണ് അല്ലേ? ഇതിൽ നമുക്ക് വേണ്ടി എത്ര സമയം ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ 0 മാർക്കിട്ട ഒരുപാട് ആളുകൾ എൻ്റെ ക്ലാസ്സുകളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമുക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കണ്ടേ? നമ്മുടെ ഉള്ളിലെ ആഞ്ഞടിക്കുന്ന തിരമാലകളെ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നറിയാൻ കുറച്ച് സമയം നമുക്ക് വേണ്ടേ? എവിടെ നിന്നാണ് ഈ തിരമാല വന്നിട്ടുള്ളത്, എന്താണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്നറിയാതെ ദുഃഖിക്കുന്നവരാണ് ഭൂരിപക്ഷവും. എന്തിനാണ് ഞാൻ ദുഃഖിക്കുന്നതെന്ന് പോലും അറിയാതെ ദുഃഖിക്കുന്ന ഒരുപാട് ആളുകൾ. ഇത് തിരമാലകൾ കൊണ്ടാണ്. കടലിലെ സുനാമിയുടെ തിരമാലകൾ കടൽ നിർമ്മിച്ചതായിരുന്നില്ല, അത് വെറും ഒരു ലക്ഷണം മാത്രമായിരുന്നു. കാരണം അതുണ്ടാക്കിയിട്ടുള്ളത് കടലിൻ്റെ ആഴങ്ങളിലുള്ള അഗ്നിപർവ്വതങ്ങളുടെ പൊട്ടലും ചീറ്റലുമായിരുന്നു. ഇതുപോലെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന വലിയ തിരമാലകൾ പലപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലുള്ള പൊട്ടലും ചീറ്റലുകളുമാണെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? വെറുതെ ചിന്തിച്ച് നോക്കി, നമ്മൾ ഈ തിരമാല പോലെ പലരുടെയും മുകളിലേക്ക് ആഞ്ഞടിച്ച് കയറി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്രയോ നീറുന്ന ഓർമ്മകളുടെ അഗ്നിപർവ്വതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും, സഹിക്കാൻ കഴിയാതെ പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ തിരമാല പോലെ സുനാമിയായി മാറിപ്പോകുന്നത്. ഏതായാലും ഇതിനെയൊക്കെ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ലോകത്ത് തീർച്ചയായിട്ടും ആരോഗ്യത്തോടെ ഒരുപാട് കാലം നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് നടത്തിപ്പോരുന്നതും. അതുകൊണ്ടായിരിക്കാം ഈ പ്രോഗ്രാമിൽ 1-ലധികം തവണ 10 തവണയൊക്കെ അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്രയും വീണ്ടും അറ്റൻഡ് ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുന്നതും. ഏതായാലും നെക്സ്റ്റ് ബാച്ച് എന്നാണെന്ന് ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും ഇതിൻ്റെ ആളുകൾ അതിൻ്റെ കമൻറ്റിൽ വരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാം ആയിരിക്കും. ഏതായാലും അതിൻ്റെ ട്രെയിനർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാറ്റാ ബൈ ബൈ. താങ്ക് യു.